ഈ ഭൂമിയിൽ ഈക്വലി റൈറ്റ് ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ. അതുകൊണ്ടാണല്ലോ ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. അപ്പൊ ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ എന്റെ സന്തോഷത്തെ ഒന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ അത് വേണമെന്ന് ഞാൻ പറയുമ്പോ, ഞാൻ ഫെമിനിറ്റി ആയി എന്ന് പറയുകയാണെങ്കിൽ ഹാപ്പി ടു ബി സേ ദാറ്റ് ഓക്കെ, ഞാൻ ഫെമിനിസ്റ്റ് തന്നെയാണ്. അഭിമാനത്തോടു കൂടി നമ്മൾ പറയും നമ്മൾ അല്ലാണ്ട് ഞാൻ ഇത് ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാനൊക്കെ പണ്ട് കേൾക്കുന്ന ട്രോളിലുണ്ട്, എനിക്ക് അവകാശം വേണമെന്നുണ്ടെങ്കിൽ ഇന്നാ നീ ചെയ്യണ എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നു. ഒരിക്കലും ഒരു യുക്തിയോട് കൂടി ജീവിക്കുന്ന ഒരു പെണ്ണും ഒരിക്കലും പോയിട്ട് പറയാറില്ല എനിക്ക് നിങ്ങൾ ചെയ്യണ പോലെ എല്ലാം ചെയ്യണം എന്നൊന്നും ആരും പറയാറില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, അത് മാത്രം നമ്മൾ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തല്ലേ. അല്ലാണ്ട് നിങ്ങൾ ചെയ്യണതൊക്കെ എനിക്കും ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്താൽ എന്താ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അതിന് കോൺട്രവേഴ്സീസ് വരുന്നത്. പക്ഷെ ജീവിക്കാനുള്ള അവകാശത്തെ, എന്റെ സ്വാതന്ത്ര്യത്തെ അതാരും നിങ്ങളാരും തടസ്സപ്പെടുത്തല്ലേ എന്ന് പറയുന്നിടത്ത് ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ ഫെമിനിസമോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നേ ഇല്ല. ഈക്വൽ റൈറ്റ്സ് ഓഫ് അവർ ഫ്രീഡം അല്ലെങ്കിൽ ഈക്വൽ റൈറ്റ്സ് ഓഫ് എൻജോയ്മെന്റ് ഇൻ ദിസ് വേൾഡ്. അല്ലെ, ഇതും ഒരു സ്വർഗമാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വർഗം തന്നെയാണ് നമ്മളുടെ ജീവിതം. ഈ ജീവിതത്തെ ഒരു നരകമാക്കി മാറ്റാൻ എന്തെങ്കിലും ഒരു ഡോമിനൻസിനെ കൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് ഫെമിനിസം ഒരു ബാഡ് കോൺസെപ്റ്റ് അല്ല. എല്ലാ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, സ്വാതന്ത്ര്യത്തെ ഒക്കെ നമ്മൾ ചോദിക്കുന്നത് മാത്രമാണ്. അത് ചോദിക്കേണ്ട ഒരു അവസരം നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അത് അല്ലാതെ ഒരു റോങ് കോൺസെപ്റ്റിലേ അല്ല ഒരിക്കലും ഒരു ഫെമിനിസം എന്ന് പറയുന്നത്. എവിടെയോ ഒരു ബലഹീനത അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ തന്നെയുണ്ട്. സ്ത്രീ ഇപ്പൊ നമ്മൾ പറഞ്ഞു, മൂഡ് സ്വിങ്സിനെ പറ്റി പറഞ്ഞു. ഒരു മാസം 4 ആഴ്ചയാണെങ്കിൽ ഈ 4 സ്റ്റേജിലൂടെ നമ്മൾ ഒരു സ്ത്രീ മൂഡ് സ്വിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ദൈവത്തിന് കുറച്ച് വിവരമുള്ള സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അതാണ് പിന്നീട് എന്തായത്, ഫെമിനിറ്റി ആയിട്ട് മാറിയത്. അല്ലാണ്ട് അഹങ്കാരോ അഹംഭാവോ നിങ്ങൾ ചെയ്യണതൊക്കെ ഞങ്ങളും ചെയ്തോളാം എന്ന് ആവശ്യപ്പെടുന്ന ഒരു അഹം എന്നുള്ള ഭാവത്തിൽ നിന്നും വന്നതല്ല ഒരിക്കലും ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദിസ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക്